തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടർന്ന് കുടുംബം. ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് നിലപാട്. ഇക്കാര്യം കുടുംബം സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തെ മറയാക്കി ഡോക്ടർക്കെതിരെ അതിക്രമം നടക്കുന്നുവെന്നും കർശന നടപടി വേണമെന്നും KGMOA ആവശ്യപ്പെട്ടു. നവജാത ശിശുവിന്റെ മരണത്തിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. ജിബിൻ JB വിവരങ്ങളുമായി. ജിബിൻ, കുടുംബം ഇതിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇവർക്കെതിരെ, ഡോക്ടർക്കെതിരെ നടപടി വേണം എന്ന് പറയുകയാണ്. സമാനമായി മുൻപും ആരോപണ വിധേയമായിട്ടുണ്ട് ഈ ഡോക്ടർ എന്ന് പറയുന്നു. അങ്ങനെ ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് ആരോഗ്യവകുപ്പിന്റെ വിഷയത്തിലെ നിലപാട്? കൂടാതെ അവിടെ വലിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടായല്ലോ. അനുജ തന്നെയാണ്. കാരണം കുടുംബം ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം തങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു കുഞ്ഞ് എന്നുള്ളത്. ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥ മറ്റൊരു കുടുംബത്തിന് ഇനി ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ തങ്ങൾ ഈ പോസ്റ്റ്മോർട്ടവുമായി സഹകരിക്കും, പിന്നീട് കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുകയുള്ളൂ എന്നാണ് കുടുംബം ഇപ്പോൾ ഔദ്യോഗികമായി ആശുപത്രി സൂപ്രണ്ടിനെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കുടുംബവും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും പ്രതിനിധികളും സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഒരു ചർച്ച ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം പുരോഗമിക്കുകയാണ്. പക്ഷേ യാതൊരുവിധ മറുപടിയും തന്നെ ഇപ്പോൾ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി BJP കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ അകത്തേക്ക് കയറാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആരോപണ വിധേയമായിട്ടുള്ള ഡോക്ടർ, പ്രത്യേകിച്ച് ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടർ, ഇത് ആദ്യമായിട്ടല്ല. ഇവർക്കെതിരെ സമാനമായ 2 പരാതികൾ നേരത്തെ ലഭിച്ചതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഈ സമരം നടക്കുന്ന വേളയിൽ ചർച്ചയ്ക്കെത്തിയ സമയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർക്കെതിരെ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ആ ഒരു നടപടി മതിയാകില്ല എന്നാണ് കുടുംബവും പാർട്ടി പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഒരു നിർബന്ധിത അവധി എന്ന് പറയുന്ന അതിന്റെ കാലാവധി ഒരു 30 ദിവസമാണ്. അങ്ങനെ ഒരു 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഒന്നുകിൽ ഈ ആശുപത്രിയിലേക്ക് തന്നെ തിരികെ കയറാം, അല്ല എന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഡോക്ടറെ മാറ്റും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ അനുഭവം പലർക്കും ഉണ്ടാകാം. പല രോഗികൾക്കും അല്ലെങ്കിൽ പ്രസവത്തിന് എത്തുന്ന പലർക്കും ഇതേ അനുഭവം തന്നെ ഈ ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സർവീസിൽ നിന്ന് ഡോക്ടറെ പുറത്താക്കണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബവും ഈ പാർട്ടി പ്രവർത്തകരും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും ഇവിടെ സമരം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാത്രി 12:30യോടുകൂടിയാണ് ഈ സമരക്കാരും കുടുംബവും ഇവിടെ നിന്ന് പ്രതിഷേധം അവസാനിപ്പിച്ച് തിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ DMO, ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് RDOയുടെയും DMOയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധക്കാരുമായി സംസാരിച്ച് ഈ ഡോക്ടറെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോഴും കുടുംബം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് നേരത്തെ നമ്മൾ ഈ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ഈ മരിച്ച കുട്ടിയുടെയും മുത്തശ്ശിയുടെയും അച്ഛന്റെ സഹോദരിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ കേട്ടതാണ്. അതായത് ഡോക്ടർ ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ കൃത്യമായ ഒരു നടപടി, അതായത് അവർ പ്രതീക്ഷിക്കുന്ന നടപടി, ഒന്നുകിൽ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഈ ഒരു നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നിലപാടിന് ഐക്യദാർഢ്യവുമായാണ് ഈ കാണുന്ന കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ കുടുംബവുമായി പലതരത്തിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടി പലരും എത്തിയിരുന്നു. പക്ഷേ ഈ കുടുംബവും അതിനൊന്നും തന്നെ തയ്യാറല്ല. കുടുംബത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് തങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവം അത് മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ ബിന്ദു സുന്ദറിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? കാരണം ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിനൊക്കെ വിധേയമാക്കിയിരുന്നു. സ്കാനിങ്ങിന് വിധേയമാക്കിയ സമയത്തും ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു നോർമൽ പ്രസവത്തിന് കാത്തിരുന്നത്? അപ്പോൾ തന്നെ സിസേറിയൻ ചെയ്തുകൂടായിരുന്നു എന്നുള്ള ചോദ്യമാണ് കുടുംബം ചോദിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിയോട് കൂടിയാണ് നിരഞ്ജന എന്ന് പറയുന്ന ഈ യുവതി ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റും, അവധി, നിർബന്ധിത അവധിയാണ് നിലവിൽ. അതിനുശേഷം സ്ഥലം മാറ്റം, മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റം എന്ന് പറയുമ്പോൾ പോലും അവിടെയും ഒരു ആശങ്കയുണ്ട്. കാരണം സമാന ആരോപണങ്ങൾ ഇതിനു മുൻപ് വന്നതാണ്. ഇപ്പോൾ ഇതാ ഒരു ശിശു മരിച്ചു എന്ന ആരോപണം വരുമ്പോൾ ഒരു ആശങ്കയുണ്ട്. ഏതായാലും കുടുംബം അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യുക, അവരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അവിടെ കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.